ഒരു സ്ത്രീ സുഗന്ധം പൂശിയവളായിക്കൊണ്ട് പുറത്തിറങ്ങുന്നത് നിഷിദ്ധമാണെന്ന് പറയുന്ന അധ്യായം, അതിന്റെ നിഷിദ്ധത. ഒരു സ്ത്രീ അത്തർ പുറത്തിറങ്ങുന്നതിന്റെ അത് നിഷിദ്ധമാണ് എന്ന് വിളിക്കുന്ന അധ്യായം. عن أبي موسى الأشعري رضي الله عنه أن النبي صلى الله عليه وسلم قال അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഐനിൻ സാനിയ, എല്ലാ കണ്ണും വ്യഭിചരിക്കും, എല്ലാ കണ്ണും വ്യഭിചരിക്കും. വൽ മർഅതു ഇദാ ഇസ്തഅഫറത് തമറത് ബിൽ മജ്ലിസി ഫഹിയ കദാ വകദാ. ഒരു സ്ത്രീ സുഗന്ധം പൂശുകയും ഒരു മജ്ലിസിന്റെ അരികിലൂടെ നടന്നു പോയാൽ, ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന സ്ഥലത്തിന്റെ അടികളിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ, അത്തർ പൂശിക്കൊണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ സഹിയ കദാ വകദാ, അവൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൾ ഇങ്ങനെയൊക്കെയാണ്. യഅനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിയ, വ്യഭിചാരി. അല്ലാഹു മുസ്തഅൻ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ് ഇമാം അബൂ ദാവൂദ് വന്നസായി വദാരിമി വഇബ്നു ഖുസൈമ വൽ ഹദീസ് സ്വഹീഹുൻ വഹുവ ഹദീസുൻ സ്വഹീഹുൻ. അല്ലാഹു മുസ്തഅൻ. അപ്പോൾ ഈ ഹദീസിൽ എന്തുണ്ട്? വ്യക്തമായ തെളിവുണ്ട് ഒരു സ്ത്രീക്ക് അത്തർ പൂശിയിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത്. ഖാല അൽ മുബാറക്ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു ഇമാമായിരുന്നു, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇമാം ഇവിടെ അതിന്റെ കാരണം പറയാൻ പോവാണ്. എന്തുകൊണ്ടാണ് സ്ത്രീ അത്തർ പൂശി പുറത്തു പോകുന്നത് ഹറാമായത് എന്നൊരു കാരണം പറയണം. ലിഅന്നഹ ഹയ്യജത് ഐ ഹയ്യജത് എന്നായിരിക്കണം. ഹയ്യജത് ശഹ്വത റിജാലി ബിഅതരിഹ, പുരുഷന്റെ ഇവളുടെ അത്തർ കൊണ്ട് പുരുഷന്റെ വികാരം, ഷഹവത്ത് മാറൂഫാണല്ലോ, ഷഹവത്ത് വികാരത്തെ ഇവൾ ഉണർത്തി. എനിക്ക് ഹയ്യജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനക്ക് മതളക്കുന്നതിന് ഉപയോഗിക്കുന്ന വേർഡാണ് ഹാജ. ഹാജ എന്ന് പറഞ്ഞാൽ ആനക്ക് മതളക്കുക. അതേപോലെ തന്നെ കടലൊക്കെ ഭയങ്കരമായിട്ട്, കടലിടക്ക് ഇളകൂലെ, ഭയങ്കരമായിട്ട് പ്രകമ്പനം കൊള്ളുന്ന സമയത്ത് അതിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹാജ. ഈ വേർഡുകൾ, ആ വേർഡാണെന്ത് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതായത് പുരുഷന്റെ ഷഹവത്തിന് അങ്ങനെ ഇതാക്കും. മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പുരുഷൻ, എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ. പുരുഷന്റെ ഷഹവത്തിന് വികാരത്തെ ഉണർത്തും ഈ എന്ത്? ഇവളുടെ അത്തറിനാൽ. അങ്ങനെ ഇവള് അവനെ ഇവളിലേക്ക് നോക്കുന്നതിനെ പ്രേരിപ്പിക്കും. ഇവളെ ശവത്ത് കൂടുമ്പോ ഇവനെന്താണ്? ഇവളിലേക്ക് നോക്കാൻ ഇവള് കാരണമാവും. ഒമൻ നദറ ഇലൈഹ ഫഖദ് സനാ ബിഐനിഹി, ആരാണോ അങ്ങനെ ഈ മണക്ക് കിട്ടി അവൻ ശവത്തൊക്കെ വന്ന് ഇവളിലേക്ക് നോക്കുന്നത്, അവന്റെ കണ്ണുകൊണ്ട്, അവന്റെ ഇരു കണ്ണുകളിനാൽ ഇവൻ എന്താണ്? വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ഫഹിയ സബബു സിനൽ ഐൻ, ഈ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരത്തിന് കാരണക്കാരി അവളാണ്. ഫഹിയ ആസിന, അങ്ങനെ അവൾക്ക് എന്താണ്? ഈ കുറ്റവും കിട്ടും. അങ്ങനെ അവള് പാപിയാണ്, പാപിയായി മാറും. അപ്പൊ അതാണ് ഈ ഹദീസിന്റെ ഹിക്മത്ത്, മഫ്ഹൂമാണ് ഇൻഷാ അല്ലാഹ്.